നേർവീതി പ്രഭാഷണ പരമ്പരയിൽ സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവയ്ക്കുന്നു. ശ്രദ്ധിച്ചാലും. സ്വന്തം കാര്യം നോക്കുന്ന ശുശ്രൂഷകർ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ലൂക്കോസ് എഴുതിയ സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ 45 മുതൽ 47 വരെ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. എന്നാൽ ദാസൻ യജമാനൻ താമസിച്ചേ വരികയുള്ളൂ എന്ന് ഹൃദയത്തിൽ പറഞ്ഞ് ബാല്യക്കാരെയും ബാല്യക്കാരത്തികളെയും തല്ലുവാനും തിന്നു കുടിച്ച് മതിപ്പാനും തുടങ്ങിയാൽ അവൻ നോക്കിയിരിക്കാത്ത നാളിലും അറിയാത്ത നാഴികയിലും ആ ദാസന്റെ യജമാനൻ വന്ന് അവനെ ദണ്ഡിപ്പിക്കുകയും അവൻ അവിശ്വാസികളോടുകൂടെ പങ്ക് കൽപ്പിക്കുകയും ചെയ്യും. യജമാന്റെ ഇഷ്ടം അറിഞ്ഞിട്ട് ഒരുങ്ങാതെയും അവന്റെ ഇഷ്ടം ചെയ്യാതെയും ഇരിക്കുന്ന ദാസന് വളരെ അടി കൊള്ളും. കർത്താവായ യേശുക്രിസ്തു തൻ്റെ ദാസന്മാരായ അല്ലെങ്കിൽ സഭാ ശുശ്രൂഷകരായ സുവിശേഷകന്മാർ, ഇടയന്മാർ, ഉപദേഷ്ടാക്കന്മാർ തുടങ്ങിയ കൃപാവരമുള്ള ആളുകൾ ആ കൃപാവരങ്ങൾ വിശ്വസ്തമായിട്ട് വിനിയോഗിക്കണം. പൗലോസ് പറഞ്ഞത്, എന്നെ വിശ്വസ്തൻ എന്നെണ്ണി ശുശ്രൂഷയ്ക്ക് ആക്കിയതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതുപോലെ കുരിന്ത്യലേഖനത്തിൽ വായിക്കുന്ന ഗ്രഹവിചാരകന്മാരിൽ അന്വേഷിക്കുന്നതോ അവർ വിശ്വസ്തരായിരിക്കണം എന്നത്രേ. മോശ ദൈവഭവനത്തിലൊക്കെ വിശ്വസ്തനായിരുന്നു. ശമൂവേൽ പ്രവാചകനെ കുറിച്ച് വിശ്വസ്ത പ്രവാചകൻ എന്നാണ് എഴുതിയിരിക്കുന്നത്. എന്താണ് ഈ വിശ്വസ്തത? കർത്താവ് അവർക്ക് ദൈവവചനത്തിലെ മർമ്മങ്ങൾ വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അവർ വായിക്കുമ്പോൾ അവർക്ക് അതിൻ്റെ പൊരുളുകളൊക്കെ തിരിച്ചറിയത്തക്കവണ്ണം ദൈവം അവർക്ക് പ്രത്യേക കൃപ നൽകിയിട്ടുണ്ട്. അത് കൃപാവരമാണ്. സുവിശേഷകൻ്റെയും ഇടയൻ്റെയും ഉപദേഷ്ടാവിൻ്റെയും കൃപാവരം അത് ദൈവവചനത്തോട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ അവർക്ക് ആ ദൈവവചനത്തിലെ മർമ്മങ്ങൾ ഗ്രഹിക്കാനുള്ള കഴിവും അത് സമർത്ഥമായി പഠിപ്പിക്കാനുള്ള കഴിവും ഉണ്ട്. അത് വിശ്വസ്തമായിട്ടവർ ചെയ്യണം. അത് പ്രതിഫലേച്ഛ കൂടാതെ, ദ്രവ്യാഗ്രഹത്തിൻ്റെ യാതൊരു കണിക പോലുമില്ലാതെ അവരത് ത്യാഗം സഹിച്ച്, കഷ്ടം സഹിച്ച്, ഉപദ്രവം സഹിച്ച് അത് ചെയ്യാനായിട്ട് തയ്യാറാകണം. പക്ഷേ യേശു പറഞ്ഞു, അതിന് അപവാദം ഉണ്ടാകും. ചില ദൈവദാസന്മാർ അവരുടെ ക്ഷേമം മാത്രം ലക്ഷ്യമാക്കും. പണത്തിനു വേണ്ടി അവർ ശുശ്രൂഷിക്കാനിടയാകും. പ്രശസ്തിക്ക് വേണ്ടി അവർ അധ്വാനിക്കാനിടയാകും. വാസ്തവത്തിൽ അതുണ്ടാകാൻ പാടില്ല. പൗലൂസ് അല്ലെങ്കിൽ അപ്പോസ്തലന്മാർ ഉടുതുണിക്ക് മറുതുണിയില്ലാത്തവരായിട്ടാണ് ജീവിച്ചത്. സ്വന്തം കൈയാൽ അധ്വാനിച്ചാണ് പൗലൂസ് പലപ്പോഴും ശുശ്രൂഷ ചെയ്തത്, പല സ്ഥലത്തും, എല്ലായിടത്തും അല്ല. അതുപോലെ പൗലൂസിൻ്റെ അനേക നൂറുകണക്കിന് സഭകൾ പല ഭൂഖണ്ഡങ്ങളിലായി സ്ഥാപിച്ച 14 ലേഖനങ്ങൾ സഭയ്ക്ക് വേണ്ടി എഴുതി അത് ബൈബിളായിട്ട് മാറ്റപ്പെടുവാനിടയായി തീർന്ന അത്ര വലിയ ദൈവദാസൻ ജയിലിൽ അവസാനം കഴിയുമ്പോൾ ഒരു പുതപ്പില്ല, വായിക്കാൻ പുസ്തകങ്ങളില്ല, എഴുതുവാൻ ചർമ്മലിഖിതങ്ങളില്ല, സഹപ്രവർത്തകരില്ല. അദ്ദേഹം പറയുകയാണ്, ഞാനോ ഇപ്പോൾ തന്നെ പാനീയാഗമായി ഒഴുക്കപ്പെടുകയാണ്. വലിയ തണുപ്പ് വരാൻ പോവുകയാണ്. ശീതകാലത്തിന് മുമ്പേ തിമോത്തിയോസെ നീ വരണം, മർക്കൂസിനെ കൂട്ടിക്കൊണ്ടു വരണം. പിന്നെ ഞാൻ ത്രോവാസിൽ വെച്ചിട്ട് പോന്ന പുതപ്പും ചർമ്മലിഖിതങ്ങളും പുസ്തകങ്ങളും കൊണ്ടുവരണം. നോക്കുക, പുതപ്പ് പോലും ഇല്ലാത്ത ഒരു ദൈവദാസൻ. ബൈബിളിലെ അല്ലെങ്കിൽ സഭയുടെ ഏറ്റവും ഉന്നതനായ ദൈവദാസന് അവസാനം ഒരു പുതപ്പ് പോലും ഇല്ലായിരുന്നു. പക്ഷേ ഇക്കാലത്തെ ദൈവദാസന്മാർ അല്ലെങ്കിൽ ദൈവദാസന്മാരെന്ന് പറയുന്ന ആളുകൾ വലിയ സിംഹാസനങ്ങളൊക്കെ സ്ഥാപിച്ച് വലിയ മണിമേടകളിൽ അതുപോലെ വലിയ സമ്പത്തിൻ്റെ മേലടയിരിക്കുകയാണ്. അവർക്ക് സാധാരണക്കാരെ കാണാനോ അവരുമായിട്ട് സംസാരിക്കാനോ താല്പര്യമില്ല. സാധാരണക്കാർ അവരെ സന്ദർശിക്കുന്നത് അതിനും അവർക്ക് താല്പര്യമില്ല. അവർ വാസ്തവത്തിൽ ദൈവസഭയ്ക്ക് ഒരു അപമാനമാണ്. യേശു പറയുകയാണ്, താൻ വീണ്ടും വരുമ്പോൾ
അവർക്ക് നല്ല അടി കിട്ടും, അവർ അപമാനിതരാകും. അതാണ് യേശു പറയുന്നത്. അവിശ്വാസികളെപ്പോലെ ഞാൻ അവരെ പരിഗണിക്കും. കർത്താവ് ദൈവശുശ്രൂഷയ്ക്കായിട്ട് നമുക്ക് എന്തെങ്കിലും കൃപാവരം തന്നിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് ലാഭമുണ്ടാക്കാൻ, അതുകൊണ്ട് സുഖലോലുപരാകാൻ, അതുകൊണ്ട് തലമുറകൾക്ക് വേണ്ടി കുറെ സമ്പാദിച്ചു വയ്ക്കുവാൻ ഒരിക്കലും നമുക്കിടയാകരുത്. മറിച്ച് ആത്മാക്കളെ നേടുവാൻ, പാപികൾ ദൈവത്തെ അറിയുവാൻ, വിശ്വാസികൾ ആത്മീകമായ വർധനവ് നമ്മുടെ വാക്കുകൾ കൊണ്ട്, നമ്മുടെ എഴുത്തുകൾ കൊണ്ട്, പെരുമാറ്റം കൊണ്ട്, സ്നേഹം കൊണ്ട്, നമ്മുടെ ചിരി കൊണ്ട് ഉണ്ടാകാൻ ഇടയായി തീരണം. തീർച്ചയായിട്ടും അങ്ങനെയുള്ളവർക്ക് തീർച്ചയായിട്ടും പ്രതിഫലം ഉണ്ടായിരിക്കും. നേരെ മറിച്ച് തങ്ങളുടെ കഴിവും കൃപാവരവും താലന്തുകളും തങ്ങളുടെ സുഖത്തിനു വേണ്ടി ചെലവഴിക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും അതിൻ്റെ പേരിലൊക്കെ അവർ തമ്മിത്തല്ലുകളൊക്കെ ഉണ്ടാക്കും. എനിക്ക് സ്ഥാനം കിട്ടണം, എന്നെ ആക്കണം നേതാവ്, എനിക്ക് വേണം പണം, എനിക്ക് വേണം അവസരങ്ങൾ, എൻ്റെ പേര് നോട്ടീസിൽ ഒന്നാമത് വെക്കണം, എന്നെ വേണം എല്ലാത്തിനും പങ്കെടുപ്പിക്കാൻ എന്ന് പറഞ്ഞ് അത് ചെയ്യാത്ത ആളുകളോട് വഴക്ക് പിടിക്കുന്ന ആളുകളൊക്കെ തീർച്ചയായിട്ടും കർത്താവിൻ്റെ വരവെങ്കിൽ ലജ്ജിതരായി തീരുവാനിടയാകും. കണക്കിന് യജമാനൻ അവരെ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യും. അത് അന്ന് ജനത്തിന് മനസ്സിലാകുകയും ചെയ്യും. അതിനു മുമ്പ് സത്യങ്ങൾ തിരിച്ചറിഞ്ഞ് കർത്താവിന് പ്രസാദമുള്ള ഒരു ജീവിതം ശുശ്രൂഷ നയിക്കുവാൻ ദൈവം അങ്ങനെയുള്ളവരെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ വലിയൊരു നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.